നമുക്ക് കുറച്ച് എരുന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമുക്കതൊന്ന് പൊരിച്ചെടുക്കാം. എരുന്ത് പൊരിച്ചാൽ നല്ല ടേസ്റ്റാണ്. നമ്മൾ ഉള്ളി അങ്ങനത്തെ ഒന്നും ഉപയോഗിക്കുന്നില്ല. വെറും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടാണ് നമ്മൾ പൊരിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ പൊരിച്ചെടുക്കാം. അതിന് ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് കുറച്ച് ഉപ്പ് മതി കേട്ടോ. അതെന്താ വെച്ചാൽ ഇതിൽ ഉപ്പ് ഉണ്ട്. എരുന്തിൽ ഉപ്പിൻ്റെ വെള്ളം ഞാൻ ചേർത്തിട്ടാണ് എടുക്കുന്നത്. എരുന്തിൻ്റെ വെള്ളം ഞാൻ ചേർത്തിട്ടാണ് എടുക്കുന്നത്. പിന്നെ ഓൾറെഡി കടുക്കയിലാണെങ്കിലും എരുന്തിലാണെങ്കിലും ഉപ്പ് ഉണ്ടാവില്ല. അപ്പോൾ ഉപ്പ് വേണമെന്നില്ല. ഇപ്പോൾ നല്ല ഉപ്പ് ഉണ്ടായിരുന്നു. കൊണ്ട് പൊടിക്ക് ഞാൻ ചേർത്തെടുത്തുള്ളൂ. 2 മിനിറ്റ് ഇങ്ങനെ നിൽക്കട്ടെ. മുളകും മഞ്ഞളും ഉപ്പൊക്കെ ഒന്ന് പിടിക്കട്ടെ. അപ്പോൾ നമുക്കിത് അടച്ച് വെക്കാം ഒരു 2 മിനിറ്റത്തേക്ക്. ഒരു 10 മിനിറ്റ് കേട്ടോ. അപ്പോൾ അത് ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇടുക പൊരിക്കാനുള്ളത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ അടുപ്പത്താണ് ഇത് വെക്കുന്നത്. വിറകടുപ്പിലാണ് കേട്ടോ അത് വെക്കുന്നത്. ചോറ് വെന്തപ്പോൾ കണലുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതിൽ ചെറു തീയിലിട്ട് ഇങ്ങനെ വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം വെള്ളമൊക്കെ നന്നായി വറ്റി കിട്ടും, നന്നായി ഫ്രൈ ആയി കിട്ടും. ഇതൊന്ന് അടച്ച് വെച്ച് നമുക്ക് വേവിക്കണം. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ പലരും കാണുന്നുണ്ട്. വളരെ സന്തോഷമുണ്ട്. ഇത്രയും ആൾക്കാർ കാണുന്ന ഒന്നും വിചാരിച്ചിട്ടല്ല ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടാൻ തുടങ്ങിയത്. പക്ഷേ ആളുകൾ കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. അത്യാവശ്യം വ്യൂസൊക്കെ ഉണ്ട് പല വീഡിയോസിനും. ഒരു പേര് നമ്മുടെ വീഡിയോ കാണുന്നു എന്ന് പറയുമ്പോൾ വളരെ സന്തോഷമാണ്. പിന്നെ ആരും തന്നെ ഒരു കമൻറ്റ് പോലും എൻ്റെ വീഡിയോസിന് കിട്ടുന്നില്ല. വീഡിയോയ്ക്ക് എന്തെങ്കിലും പോരായ്മകൾ എന്തെങ്കിലും ഒരു കമൻറ്റൊക്കെ പറയുകയാണെങ്കിൽ നമുക്കത് തിരുത്താം. അല്ല നല്ലതായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ സന്തോഷമാണ്. ഇനി അഥവാ മോശമായി എന്തെങ്കിലും വീഡിയോയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും ഒരു കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് തിരുത്തി നന്നാക്കാം. അപ്പോൾ ഇതാ ഞാൻ കണലിലിട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഈ എരുന്ത് പൊരിക്കാൻ കുറച്ചധികം തന്നെ വെളിച്ചെണ്ണ വേണം കേട്ടോ. എന്താ വെച്ചാൽ ഇത് കുറച്ച് വെള്ളത്തോട് കൂടിയല്ല പൊരിക്കുക. അപ്പോൾ വെള്ളമൊക്കെ കുടിച്ചിട്ട് കുറച്ചധികം എണ്ണ ഉണ്ടെങ്കിൽ ഫ്രൈ ചെയ്ത് എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതാ ഫ്രൈ ആയി. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ വീഡിയോ. താങ്ക് യു.